നമസ്കാരം, ഞാൻ രാജേഷ് പെരുങ്ങുഴി. BMC ഗ്ലോബൽ ലൈവ് മിക്സ് മസാലയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, വ്യാഴാഴ്ച വൈകുന്നേരമാകുമ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത് BMC ഗ്ലോബൽ ലൈവിൻ്റെ മിക്സ് മസാല കാണുന്നതിലേക്ക് വേണ്ടി. വളരെ മനോഹരങ്ങളായിട്ടുള്ള രസകരങ്ങളായിട്ടുള്ള ഒത്തിരി പരിപാടികളുമായിട്ടാണ് ഓരോ ആഴ്ചയിലും BMC ഗ്ലോബൽ ലൈവ് മിക്സ് മസാല നിങ്ങളോടൊപ്പം ചേരുന്നത്. ഇന്നും അതുപോലെ തന്നെ ഒത്തിരി വിശേഷങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി വിഭവങ്ങൾ നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുകയാണ്. മനോഹരമായ ഒരു പാട്ടിലൂടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. മനോഹരമായ ഒരു പാട്ടുമായി നമ്മളോടൊപ്പം ചേരുന്നു ഹൃദ്യ ഹരീഷ്. വരൂ ഹൃദ്യ, പ്ലീസ്. ഹൃദ്യ, എന്തൊക്കെയുണ്ട്? സുഖമാണോ? ഇട്ടുകൊണ്ടുവന്നതിലുള്ള എന്തെങ്കിലും പ്രത്യേകത? വെറുതെ ഇട്ടുകൊണ്ടുവന്നതാണ്? അങ്ങനെയാണോ? എനിക്ക് തോന്നുന്നു ബഹ്റിൻ്റെ നാഷണൽ ഡേ വരികയാണ് അടുത്ത ആഴ്ച അല്ലേ? നമ്മുടെ ബഹ്റിൻ്റെ ഏതൊരു മുക്കിലും മൂലയിലും നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ കണ്ണിന് വളരെ മനോഹാരിത നൽകുന്ന രീതിയിലുള്ള ചുവപ്പും വെള്ളയും നിറഞ്ഞ LED ബൾബുകൾ ഇങ്ങനെ മിന്നിത്തിളങ്ങിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചകളായിരിക്കും കാണുന്നത്. ഏതൊരു ബിൽഡിങ്ങിൽ നോക്കിക്കഴിഞ്ഞാലും ആ ബിൽഡിംഗ് കംപ്ലീറ്റ് ചുവപ്പും വെള്ളയും കൊണ്ട് നിറഞ്ഞ് നമ്മുടെ കണ്ണിന് വളരെ മനോഹാരിതയും മനസ്സിന് ഒരുപാട് സന്തോഷവും നൽകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഓരോ വീതിയിലും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് റെഡ് മോളിട്ടത്, ഞാൻ വൈറ്റ് ഇട്ടത് എന്ന് പ്രേക്ഷകരെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കാം. ഏതായാലും നമുക്ക് പാട്ടിലൂടെ ആരംഭിക്കാം ഇന്നത്തെ എപ്പിസോഡ്. BMC ഗ്ലോബൽ ലൈവ് മിക്സ് മസാല ഇന്നത്തെ എപ്പിസോഡ് ഇത് ആരംഭിക്കുകയാണ് മനോഹരമായ ഒരു പാട്ടിലൂടെ. ഏത് പാട്ടാണ് മോൾ ആദ്യമായിട്ട് പാടാൻ പോകുന്നത്? അരളിയും കദളിയും എന്ന് ആരംഭിക്കുന്ന മനോഹരമായ ഗാനം. എനിക്ക് തോന്നുന്നു എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. ഓക്കെ, നമുക്ക് പാട്ട് കേട്ടതിന് ശേഷം തിരിച്ചു വരും. ഓൾ ദി ബെസ്റ്റ്.
വളരെ ഹൃദയസ്പർശിയായി തന്നെ മനോഹരമായിട്ട് പാടി. ആസ് യൂഷ്വൽ എപ്പോഴും പാടാറുള്ളത് പോലെ തന്നെ എന്നും വളരെ മനോഹരമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുമുണ്ട് ഒത്തിരി പാട്ടുകൾ. നല്ല സെലക്ഷനുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അല്ലേ? വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ഇപ്പോൾ ആലപിച്ചത്. അപ്പോൾ ഇനിയും അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യിക്കുകയാണ്. ഓക്കെ, ശരി, അവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ ഇനി വളരെ മനോഹരമായ ഒരു നൃത്തം നമുക്ക് കാണാം. ഒരു പുഷ്പാഞ്ജലി നമുക്ക് ആസ്വദിക്കാം. അതുമായിട്ട് എത്തുന്നത് പാർവതി, വർദ്ധിനി ആൻഡ് അഷ്മിത. പ്ലീസ്. ധീം തന തും തന നം തന ഝം തന താം ധജം തന താം ധീം തന താം തനും തന താം ഝന 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 താം 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 തന ധീം തന തും തന നം തന ഝം തന താം ധജം തന താം ധീം തന താം തനും തന താം ഝന 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 താം 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 തന ധീം തന തും തന നം തന ഝം തന താം ധജം തന താം ധീം തന താം തനും തന താം ഝന 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 താം 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 തന ധീം തന തും തന നം തന ഝം തന താം ധജം തന താം ധീം തന താം തനും തന താം ഝന 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 താം 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 തന ധീം തന തും തന നം തന ഝം തന താം ധജം തന താം ധീം തന താം തനും തന താം ഝന 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 താം 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 തന ധീം തന തും തന നം തന ഝം തന താം ധജം തന താം ധീം തന താം തനും തന താം ഝന 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 താം താം തന ധീം തന തും തന നം തന ഝം തന താം ധജം തന താം ധീം തന താം തനും തന താം ഝന 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 താം താം തന ധീം തന തും തന നം തന ഝം തന താം ധജം തന താം ധീം തന താം തനും തന താം ഝന 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 താം താം തന ധീം തന തും തന നം തന ഝം തന താം ധജം തന താം ധീം തന താം തനും തന താം ഝന 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 താം താം തന ധീം തന തും തന നം തന ഝം തന താം ധജം തന താം ധീം തന താം തനും തന താം ഝന 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 താം
तां तन तां धीं तन तां तधीं तन तां तुं तन तां तुं तन तां नं तन तां नं तन तां तां तन तां ततां तन तां धीं तन तां तधीं तन तां तुं तन तां ततुं तन तां नं तन तां नं तन तां तां तन धीं तन तुं तन नं तन तां तन धीं तन तुं तन नं तन तां तन धीं तन तुं तन नं तन गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः श्री गुरवे नमः श्री गुरवे नमः श्री गुरवे तां तन धीं तन तुं तन नं तन तां तन धीं तन तुं तन नं तन तां तन धीं तन तुं तन नं तन വളരെ മനോഹരമായ ഒരു പുഷ്പാഞ്ജലി അല്ലേ? എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ ആസ്വദിച്ചു. അങ്ങോട്ട് അടുത്തോട്ട് വന്നേക്കാം. പേര് പാർവതി, അസ്മിത, വർദ്ധിനി അല്ലേ? ഇതിൽ പാർവതി മലയാളിയാണ് അല്ലേ? മോള് തമിഴ് അല്ലേ? മോളും തമിഴ്. അപ്പോൾ ആരാ നിങ്ങളുടെ ടീച്ചർ? വീരസിന്നു തമിഴ്മാരൻ. വീരസിന്നു തമിഴ്മാരൻ. വീരസിന്നു തമിഴ്മാരൻ്റെ ടീമിൻ്റെ ഒരു പെർഫോമൻസ് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ നമ്മൾ വളരെ അത്ഭുതത്തോടെ കണ്ടിരുന്നു. ഏകദേശം 1.25 മണിക്കൂറോളം ദൈർഘ്യമുള്ള കൈലാസ കാവ്യം എന്ന മനോഹരമായ ഒരു ഡാൻസ് ഡ്രാമ നമ്മൾ ആസ്വദിച്ചു. അത് ഒരു തമിഴ് ലാംഗ്വേജിലായിരുന്നു അത് നമ്മൾ കണ്ടതെങ്കിലും ഏറ്റവും കൂടുതൽ മലയാളികളാണ് അത് ആസ്വദിച്ചത്. എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള അഭിപ്രായം തന്നെയായിരുന്നു. ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ ചരിത്രത്തിൽ അതുപോലെ ഒരു പെർഫോമൻസ് ഇതുവരെയും കണ്ടിട്ടില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിന് വീരസിന്നു തമിഴ്മാരന് ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ വീരസിന്നു ഒന്ന് സ്റ്റേജിലോട്ട് വരാമോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ. അന്ന് നിങ്ങളും ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു. വീരസിന്നു
തമിഴ്മാരൻ ബഹ്റൈൻ പ്രവാസികൾ വീരസിന്നുവിനെ അറിയപ്പെടുന്നത് ചിന്ന എന്നാണ്. ചിന്ന ടീച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. എന്തെങ്കിലും ഒരു 2 വാക്ക് പ്ലീസ് ഒന്ന് പറയാവോ വീരസിന്നു? എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തതിന് വളരെ നന്ദി. ഫസ്റ്റ് ഓഫ് ആൾ ബിക്കോസ് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത് ടെമ്പിളാണ്. ടെമ്പിളിൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ആദ്യമായിട്ട് ഉള്ള ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ആദ്യമായിട്ട് കിട്ടിയത് BMCയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് നന്ദി പറയേണ്ടത് BMCക്ക് വേണ്ടിയിട്ടാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. തമിഴ് കമ്മ്യൂണിറ്റിയെ കൂടി നമ്മുടെ ഈ ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിനുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും ഇത്തരം മനോഹരമായിട്ടുള്ള നൃത്തരൂപങ്ങളുമായിട്ട് വീണ്ടും വരണം. നിങ്ങൾക്ക് വേണ്ടി ഈ വേദി ഓപ്പണാണ്. വീരസിന്നു തമിഴ്മാരന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്ലീസ്. അപ്പോൾ വീരസിന്നു ടീച്ചറുടെ കുട്ടികൾ അവതരിപ്പിച്ച വളരെ മനോഹരമായ ഒരു പുഷ്പാഞ്ജലി നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഹൃദ്യ നമ്മളോടൊപ്പം ചേരുകയാണ് മനോഹരമായ ഒരു പാട്ടുമായിട്ട്. പ്ലീസ് ഹൃദ്യ വരൂ. ഹൃദയ ഇനി ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? തമിഴ് സോങ് മുത്തുമഴ എന്നാരംഭിക്കുന്ന മനോഹരമായ ഒരു തമിഴ് ഗാനമാണ് പാടാൻ പോകുന്നത്. നമുക്ക് അത് ആസ്വദിച്ചതിന് ശേഷം തിരിച്ചു വരാം. ഓൾ ദി ബെസ്റ്റ്.
വീണ്ടും തകർത്തിരിക്കുന്നു. താങ്ക് യു. വളരെ മനോഹരമായിട്ട് തന്നെയാണ്. ഓരോ ഭാഷയിലും മോൾക്ക് പാടാൻ പറ്റുമെന്ന് തെളിയിക്കുകയാണ്. ഇതിനു മുമ്പ് വന്നപ്പോഴും അതുപോലെ തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ ഇനി അടുത്ത വരുന്ന പാട്ട് നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി മറ്റൊരു പുതിയ പാട്ടുകാരിയെ നമ്മൾ ഈ ഷോയിലൂടെ പരിചയപ്പെടുത്തുകയാണ്. സൽമത്ത്, പ്ലീസ്. സൽമത്ത് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നല്ലേ? ആദ്യമായിട്ടാണ് BMCയിൽ പാടാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് പാട്ട് പഠിച്ചിട്ടുണ്ടോ അതോ? ഇല്ല, ഞാനിങ്ങനെ പാടി നോക്കും. പാടാൻ ഇഷ്ടമാണ്, അല്ലാതെ പാട്ടിനോടുള്ളൊരു പാഷൻ കൊണ്ട് പാടുന്നതാണല്ലേ? കുറച്ചുകൂടെ ഇങ്ങോട്ട് നിന്നത്. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ അഡാർ ലൗലെ മാണിക്യമലരായ പൂവി എന്ന് പറഞ്ഞ മാണിക്യമലരായ പൂവി എന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് അല്ലേ? വളരെ രസമാണ് ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ പാട്ട് ആസ്വദിച്ചതിന് ശേഷം തിരിച്ചു വരാം. ഓക്കെ.
സൽമത്ത് അല്ലേ? നിങ്ങൾക്ക് മാപ്പിളപ്പാട്ട് പാടാൻ പറ്റിയിട്ടുള്ള വോയിസാണ്, നല്ല ക്യൂട്ട് വോയിസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പാട്ടുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പാട്ട് പാടാൻ സാധിക്കും. ഇനി അതിനു വേണ്ടി ട്രൈ ചെയ്യണം. ഈ ടൈപ്പ് പാട്ടുകൾ, അതായത് ഇങ്ങനത്തെ ഒരുപാട് പാട്ടുകളുണ്ട്. അതായത് ഒരു റൊമാൻറ്റിക് മൂഡൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒത്തിരി പാട്ടുകളുണ്ട്. ആ ഒരു മെലഡി ടൈപ്പ് പാട്ടുകൾ നിങ്ങൾക്ക് നന്നായിട്ട് പാടാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനത്തെ പാട്ടുകൾ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് വരണം. നാട്ടിലെവിടെയാ നിങ്ങൾ? മലപ്പുറത്ത് എവിടെയാ? വേങ്ങര എന്ന് പറഞ്ഞു. ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്ററിൽ OPD അസിസ്റ്റന്റ് നഴ്സായിട്ട്. ഇപ്പോൾ 3 വർഷമായിട്ട് ചെയ്യുന്നില്ല, വീട്ടിലാണ്, ഹൗസ് വൈഫ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഏതായാലും ഒരുപാട് സന്തോഷം ഇതുപോലെ ഒരു വേദിയിൽ വന്ന് പാടാൻ കാണിച്ച ആ ഒരു മനസ്സിനും ധൈര്യത്തിനും. അപ്പോൾ ഇത് നല്ലൊരു വേദിയാണ്. കാരണം വെച്ചാൽ ഇവിടെ നിന്നും തുടക്കം കുറിച്ച ഒത്തിരി പേര് ഇന്ന് ബഹ്റിൻ്റെ കലാവേദികളിൽ നല്ല നല്ല പെർഫോമൻസുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു തുടക്കമാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ധൈര്യം നിങ്ങൾ എന്നും കൈവിടരുത്. ഇനിയുള്ള അവസരങ്ങൾ പാഴാക്കുകയും ചെയ്യരുത്. ഇനി ഏത് വേദി കിട്ടിയാലും അവിടെയൊക്കെ പോയി പാടണം. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ പാടാൻ അവസരം കിട്ടും. അവസരങ്ങളൊന്നും പാഴാക്കരുത്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ ഒരു കടമയായിട്ടാണ് കാണുന്നത്. ഇത് ഇവിടെ കലാകാരന്മാർ, അതായത് ഒരുപാട് വലിയ പെർഫെക്റ്റ് അല്ലാത്ത കലാകാരന്മാർക്ക് പോലും ഇവിടെ വന്ന് പെർഫോം ചെയ്യാം. ആ ഒരു പെർഫോമൻസിലൂടെയാണ് അവർ വാശിയോടുകൂടി നല്ല പെർഫോമൻസിലോട്ട് പോകുന്നത്. അത് തന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നതും. താങ്ക് യു. ഇനി വരാൻ പോകുന്ന ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതായിട്ടില്ല. കാരണം നമ്മുടെ ഐമാക് കൊച്ചിൻ കലാഭവൻ്റെ പ്രശാന്ത് മാസ്റ്ററിൻ്റെ റെഗുലർ സ്റ്റുഡൻസാണ്. ഐമാക് D2D ഗേൾസ് ഇതാ എത്തുകയാണ്. ഈ വേദിയെ ഇളക്കി മറിക്കുവാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. വരൂ മക്കളെ, പ്ലീസ് ഇങ്ങോട്ട് വന്നില്ലേ, റൗണ്ടായിട്ട് നില്ലേ. നിങ്ങളെല്ലാവരും പേരൊന്ന് പറഞ്ഞിട്ട് നമുക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഡാൻസ് കളിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. പേര് പറയൂ. എല്ലാം മൈക്കൊന്ന് പാസ് ചെയ്ത് പോയേ. ആൻഡ്രിയ, ഉമാദേവി, അനജീഷ്, സേറ, ആൻഡ്രേച്ചൽ, ബെനീറ്റ. പ്രശാന്ത് മാസ്റ്റർ അവിടെ നിന്നും വളരെ എന്താ പറയുക, ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പേടിക്കൊന്നും വേണ്ട. നിങ്ങളെ ആസ് യൂഷ്വൽ പുള്ളിക്കാരൻ പേടിപ്പിക്കുന്നത് പോലെയുള്ള അങ്ങനെയൊന്നും പേടിക്കണ്ട. ഇന്ന് വളരെ ധൈര്യത്തോടു കൂടി അങ്ങ് അടിച്ച് പൊളിക്കുക, തകർക്കുക. പാട്ടവിടെ പ്ലേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെന്താ ചെയ്യുന്നത്? നിങ്ങളെപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെയാണ്, ഇടിവെട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുക. ഓക്കെ അല്ലേ? ഐമാക്കിൻ്റെ പവർ എന്താണെന്ന് നമ്മുടെ ഓഡിയൻസിന് കാണിച്ചു കൊടുക്കണം. റെഡി അല്ലേ? എന്നാൽ ഓക്കെ, റെഡി. ഓൾ ദി ബെസ്റ്റ്. హలో మైక్ టెస్టింగ్ ఆట పాట నేడే చూడండి. కాస్కో రాజా వేసుకో బాజా. కొప్పున పుల్లెట్టుకుని బుగ్గన ఎరట్టుకుని
请进，妈妈。തകർത്തു അല്ലേ? ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ്. അതാണ് ഐമ കൊച്ചിൻ കലാഭവൻ്റെ കുട്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആർക്കെങ്കിലും പറയോ? നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രശാന്ത് മാസ്റ്ററിനെ നിങ്ങളുടെ ഭാഷയായിട്ട് കിട്ടിയതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും നല്ല ഒരു പെർഫോമൻസ്. പ്രശാന്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രശാന്തിൻ്റെ സ്റ്റെപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകത ഉള്ളതാണ്. ആർക്കും പെട്ടെന്ന് പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ, കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത്ര ഫാസ്റ്റായിട്ടുള്ള വ്യത്യസ്തമായ സ്റ്റെപ്പുകളാണ് അദ്ദേഹം കുട്ടികൾക്ക് നൽകുന്നത്. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ കുട്ടികളുമായിട്ടുള്ള പുള്ളിയുടെ ആ ഇടപെടൽ, അതൊക്കെയാണ് കുട്ടികൾ. അതായത് സിനിമാറ്റിക് ഡാൻസിനോട് കൂടുതൽ ആരാധന തോന്നിയത് എനിക്ക് തോന്നുന്നു പ്രശാന്ത് ബെഹ്റനിൽ എത്തിയതിന് ശേഷമാണെന്ന് തോന്നുന്നു, അല്ലേ? ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഈ സിനിമാറ്റിക് ഡാൻസ് ഫീൽഡിലോട്ട് കടന്നു വന്നതും പ്രശാന്ത് ബെഹ്റനിൽ എത്തിയതിന് ശേഷമാണ്. പല കുട്ടികളും പറയുന്നത് കേട്ടതാണിത്. ഏതായാലും ഒരുപാട് സന്തോഷം ഇത്രയും നല്ല ഒരു എനർജറ്റിക് പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെച്ചതിൽ. നിങ്ങളുടെ ഈ പേരുണ്ടല്ലോ, D2D ഗേൾസ് അല്ലേ? ഐമാക് D2D ഗേൾസ്. ഇതാരാ ഈ പേരിട്ടത്? പ്രശാന്ത് സാറ്. പ്രശാന്ത് സാറിൻ്റെ ഇതുപോലെ കുറേ ടീമുണ്ട് അല്ലേ? ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ടീമിനും ഓരോ പേരാണ്. അത് വളരെ വ്യത്യസ്തമായ പേരുകളാണ്, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത, നമുക്ക് എന്താ പറയുക, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പേരുകളാണ് അദ്ദേഹം ഓരോ ടീമിനും ഇടുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ തുടർന്നും ഐമ കൊച്ചിൻ കലാഭവൻ്റെ മാതൃകയായി നിങ്ങൾ എന്നും ഇവിടെ തന്നെ ഉണ്ടാവണം, അല്ലേ? ഏതൊരു മത്സരത്തിൽ പോയി കഴിഞ്ഞാലും ഐമ കൊച്ചിൻ കലാഭവൻ്റെ പേര് അവിടെ ഉയർത്തിക്കാട്ടണം നിങ്ങൾ. അത് ഓൾവേസ് നമുക്ക് കിട്ടുന്നതാണ്. എവിടെ മത്സരമുണ്ടെങ്കിലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇതിൽ ഏതെങ്കിലും, അല്ലെങ്കിൽ എല്ലാം, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഐമ കൊച്ചിൻ കലാഭവൻ എന്നുള്ള പേര് അവിടെ മുഴങ്ങി കേൾക്കാറുണ്ട്. ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്, അല്ലേ അത്? അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി വീണ്ടും മനോഹരമായ ഒരു പാട്ട് നമ്മൾക്ക് കേൾക്കാം. ഹൃദയ വീണ്ടും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹൃദയ, പ്ലീസ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അല്ലേ? നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് തന്നെ ഇത്രയും എനർജി. എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചാർജായി അല്ലേ? ഹൃദയ,
ഹൃദയിനി ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ശ്യാമമേഘമേനി. ഏത് സിനിമയിലെ പാട്ടെന്നറിയാം? ആരാ ഈ പാട്ട് സമയത്ത് അഭിനയിച്ചിരിക്കുന്നതെന്നറിയോ? മോഹൻലാൽ. പാടിയതാരാ? ചിത്ര ചേച്ചി പാടിയതാണ്. ഏത് സിനിമയാണ്? അധിപൻ. യെസ്, അധിപനിലെ പാട്ടാണ്. അതിൽ മോഹൻലാൽ ഭയങ്കര രസമാണ്. ഈ ഫോണിലൂടെ വിളിച്ചിട്ട് ഒരു നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചിട്ട് അവസാനം കുളമായിട്ട് അങ്ങനെയുള്ള വളരെ രസകരമായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. നടി പാർവതിയാണെന്ന് തോന്നുന്നു. യെസ്, അവർക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. താങ്ക് യു. ശ്യാമമേഘമേനി യദുകുല സ്നേഹദൂതുമായി വാ, ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുഴൽവിളി അലനീയും നദി തന്റെ ഹൃദയം കുളകും ഞൊറിയുകയും സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ? ശ്യാമമേഘമേനി സഗമപ സ്നേഹദൂതുമായി വാ, നിപമപ കാളിന്തി തടത്തിൽ സഗമപ പ്രേമഹർഷമായി. నిసగమ సగమ పగమ పని మపని స నిస గస నిస సమగమ సగస నిస నిస పని పాప మపని పని మప నిసగమ గమ సగస. ഏതോ ഹരിതനി കുഞ്ചത്തിൽ പല്ലവിയായതു നീയല്ലോ, ആരാമത്തിൻ കുസൃതി കാറ്റും മണവും നീയല്ലോ, അകതാരിൽ ഒരു രാഗം അനുപല്ലവിയായി തീരുമ്പോൾ ഉദയത്തിൻ സൗവർണ്ണ കിരണങ്ങൾ വിതറുന്ന പൂവായി മനസ്സിൽ വിരിയും. സനിക സമഗ പമ പനി പനി സനി സഗ സ. ശ്യാമമേഘമേനി സഗമപ സ്നേഹദൂതുമായി വാ, നിപമപ കാളിന്തി തടത്തിൽ സഗമപ പ്രേമഹർഷമായി. സമഗ സഗ പമഗ മനി പമ പനി സ. സാ നി സ ഗ സ നി പ നി പ మ ప ని ప స ని ప మ గ మ గ ని స ని స గ మ గ మ స గ స గ మ ప మ ప గ మ ప ని మ ప స. మ మ గ ప ప మ ని ని ప స స ని గ స మ మ గ ప ప మ ని ని പ സ സ നി ഗ സ మ మ ഗ പ പ మ നി നി പ സ സ നി ഗ സ. ഏതകലങ്ങളിൽ നീ ഇപ്പോൾ മഴമുകിലോടത്തലയുന്നു, വിരഹത്തിൻ സ്വരരാഗങ്ങൾ ശിവരഞ്ജിനിയായി മാറുമ്പോൾ ജനിമൃതി തൻ പാതിൽ ഞാൻ എന്നും നിന്നെ തേടുന്നു. രതി സദസാരേ നീ അരികിൽ വന്നെനിക്കൊരു മധുരം തൂകിത്തരുമോ? സനിക സമഗ പമ പനി പനി സനി സഗ സ. ശ്യാമമേഘമേനി യദുകുല സ്നേഹദൂതുമായി വാ, ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുഴൽവിളി അലനീയും നദി തന്റെ ഹൃദയം കുളകും ഞൊറിയുകയും സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ? പനി സനി സഗ സഗ മ പ പനി പനി സനി സഗ സ.
ശ്യാമദീപമേനി സഗമപ സ്നേഹദൂതുമായി വാ നിപമപ കാളിതീതടത്തിൽ സഗമപ പ്രേമഹർഷമായി. താങ്ക് യു. ശ്യാമമേഘം ഒരാളെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ എന്ത് രസാ. മോഹൻലാൽ ഇതുപോലെയൊക്കെ പറയാറുണ്ടായിരുന്നു സിനിമ. ഈ സിനിമ കണ്ടിട്ടുണ്ടോ മോൾ? ഭയങ്കര രസമുള്ള സിനിമ. ഇത് എവിടെന്നെങ്കിലും ഇത് കിട്ടുകയാണെങ്കിൽ എടുത്ത് കാണണം കേട്ടോ. അപ്പോഴും ഈ പാട്ടിൻ്റെ സിറ്റുവേഷനൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര രസമാണ്. ഈ പാട്ട് പാടാൻ വലിയ പാടുള്ളൊരു പാട്ടാണ്. പക്ഷേ മോള് നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടി. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. അവിടെ വെയിറ്റ് ചെയ്യും പ്ലീസ്. അപ്പോൾ വീണ്ടും മനോഹരമായ ഒരു നൃത്തവുമായിട്ട് നമ്മുടെ ചിന്ന ടീച്ചറുടെ സ്റ്റുഡൻസ് എത്തുകയാണ്. വരൂ പ്ലീസ്. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. शिव शम्भो हर हर शम्भो शिव शम्भो शम्भो शिव शम्भो स्वयम्भो शम्भो शिव शम्भो स्वयम्भो शम्भो शिव शम्भो स्वयम्भो शम्भो शिव शम्भो स्वयम्भो गंगाधर शंकर करुणाकर मामक भवसागर तारका गंगाधर शंकर करुणाकर मामक भवसागर तारका शम्भो शिव शम्भो स्वयम्भो शम्भो शिव शम्भो स्वयम्भो
വളരെ മനോഹരമായിരുന്നു. നമ്മൾ ഈ ഡാൻസൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ചിന്ന ടീച്ചറിൻ്റെ നിങ്ങൾക്ക് തരുന്ന എന്താ പറയുക, ചിന്ന ടീച്ചറിൻ്റെ ഒത്തിരി കഴിവുകളാണ് നിങ്ങൾക്ക് പകർന്ന് തരുന്നത്. എത്ര വർഷമായിട്ട് പഠിക്കുന്നു? 1 month ആയിട്ടേ പഠിക്കുന്നുള്ളൂ. പാർവതി? ഞാൻ കുറേ വർഷങ്ങളായിട്ട് പഠിക്കുകയാണ്. ഈ ഒരു ഐറ്റം 1 day കൊണ്ട് 1 day കൊണ്ട് തീർത്തതാണ്. സൂപ്പർ, നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ എന്താ പറയുക, കലയിലൂടെ അല്ലെങ്കിൽ ഈ ഡാൻസിലേക്കുള്ള ആ ഒരു പാഷൻ അത് തന്നെയാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് പഠിച്ചിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു മനസ്സും ഒരു കഴിവും കിട്ടുന്നത്. അപ്പോൾ ചിന്ന ടീച്ചറെ പോലെയുള്ളൊരു ടീച്ചറുടെ അടുത്ത് നിങ്ങൾക്ക് ഡാൻസ് പഠിക്കാൻ പറ്റിയത് വളരെ നല്ലൊരു കാര്യം തന്നെ, ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുക. അപ്പോൾ ഇനിയും ഒത്തിരി അവസരങ്ങൾ ബഹ്റിൻ്റെ നൃത്തവേദികളിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ബഹ്റിൻ മീഡിയ സിറ്റിയുടെ ഈ വേദിയിലും നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഹൃദയയുടെ ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം. വരൂ ഹൃദയ പ്ലീസ്. ഏത് പാട്ടാണ് ഹൃദയ പാടുന്നത്? വിജനതയിൽ നിന്ന് ആരംഭിക്കുന്ന മനോഹരമായ ഗാനം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. വിജനതയിൽ
താങ്ക് യു. ഹൃദയ വീണ്ടും 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 വളരെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പ്രോഗ്രാം. അപ്പോൾ ഇനിയും ഒരു മനോഹരമായ പാട്ട് കൂടി മോള് പാടാനുണ്ട്. അതൊരു വ്യത്യസ്തമായ പാട്ട് തന്നെയായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പ് സനക്കുട്ടിയുടെ ഒരു മനോഹരമായ നൃത്തം നമുക്ക് കാണാം. അപ്പോൾ ഹൃദയ അവിടെ നിന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യൂ. സനക്കുട്ടി, സനക്കുട്ടി നമ്മുടെ ഐമ കൊച്ചിൻ കലാഭവൻ്റെ ശിവദാസ് മാസ്റ്ററുടെ സ്റ്റുഡൻ്റാണ്. പൊളിക്കും, ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് തന്നെ ആയിരിക്കും. നമ്മൾ കുറച്ച് മുമ്പ് നമ്മുടെ ഐമാക്കിലെ കുട്ടികളുടെ ഡാൻസ് കണ്ടതാണ്. അപ്പോൾ അതുപോലെ അടുത്തൊരു തകർപ്പൻ പെർഫോമൻസുമായിട്ട് വരികയാണ് നമ്മുടെ സ്വന്തം സനക്കുട്ടി അല്ലേ? അതെ. അവൾക്ക് ഭയങ്കര എനർജിയാണ്, എല്ലാം പോസിറ്റീവായിട്ടാണ് മോൾ എടുക്കുന്നത്. അപ്പം നമുക്ക് ഡാൻസ് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. തകർക്കല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കണതോനാന്ന് നേരാന്നേ നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന് കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയണ നിറയട്ടെ കതിരെ തന്നാരാ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയണ നിറയട്ടെ കതിരെ തന്നാരാ ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാ കൊലുസു തെന്നി തെന്നി വളകൾ കൊഞ്ചി കൊഞ്ചി കഥകൾ നെയ്ത് വന്ന പൂങ്കാറ്റെ കുളിരു കമ്മലിട്ട് കവിളിലൊന്ന് തൊട്ട് പുണുങ്ങി കൂടി കളിയാടാം.
സനക്കുട്ടി പൊളിച്ചു, ഒരു രക്ഷയുമില്ല. അസാധ്യമായ പെർഫോമൻസ് തന്നെയായിരുന്നു. നമ്മുടെ ഐമ കൊച്ചിൻ കലാഭവൻ്റെ കുട്ടികളൊക്കെ ഇങ്ങനെയാണല്ലോ, ഭയങ്കര എനർജി ആയിരിക്കും അല്ലേ? സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്ത് തോന്നുന്നു ഈ പെർഫോമൻസ് കണ്ടിട്ട്? നല്ല എനർജി ഉണ്ടെന്ന് തോന്നുന്നു. ഈ പെർഫോമൻസ് കണ്ടിട്ട് എന്ന് പറഞ്ഞപ്പോൾ വേറെ ആരോ പെർഫോം ചെയ്തു, നമ്മൾ കണ്ടു എന്നതുപോലെയാണ് ഞാൻ ചോദിച്ചത്. നല്ലൊരു എനർജി ഉണ്ടോന്ന് തോന്നുന്നു അതിൽ അല്ലേ? അതെ. ഈ ഡാൻസ് എത്ര ദിവസം കൊണ്ടാണ് പഠിച്ചത്? കുറച്ച് ദിവസമായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ കുറച്ച് ദിവസം എന്ന് പറയുമ്പോൾ ഈ കണക്ക് കൂട്ടി പറഞ്ഞാൽ എത്ര ദിവസം എടുത്താണോ? ഇല്ല ഇല്ല, എണ്ണ അറിഞ്ഞൂടെന്നാണ് ഉദ്ദേശിച്ചത്. 1 2 3 4 വരെ എണ്ണി, പിന്നെ അറിഞ്ഞൂടാ. എണ്ണ അറിഞ്ഞൂടെന്നാണോ ഉദ്ദേശിച്ചത്? എണ്ണ അറിയാം, പക്ഷേ ടൈം എടുക്കണ്ടേ. അതാണ് നോട്ട് ദ പോയിന്റ്. ടൈം എടുക്കും നമ്മൾ ഈ ഡാൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത്. അത് അങ്കിളിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ടൈം എടുക്കും ഇതുപോലെ. അപ്പോൾ നമ്മുടെ ശിവദാസൻ മാസ്റ്റർ പൊളിയാണല്ലേ. ഈ ഡാൻസിനാണോ മോൾക്ക് എവിടെയോ ഒരിടത്ത് പ്രൈസ് കിട്ടി? ഇതിനാണോ? അല്ല, ഫസ്റ്റ് കളിച്ച. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി അടുത്ത പെർഫോമൻസുമായിട്ട് ഈ മോള് ഇനിയും നമ്മുടെ ഈ വേദിയിൽ എത്തും അല്ലേ? അതെ, തീർച്ചയായിട്ടും എത്തും. എല്ലാവരും നല്ലൊരു കൈഡി കൊടുത്ത് ഈ ഗുമ്മ് പെർഫോമൻസിന്. തകർപ്പൻ, ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ്. ഇതാണ് സനക്കുട്ടിയുടെ എനർജി എന്ന് പറയുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള എനർജിയുമായിട്ട് സനക്കുട്ടിയെ നമ്മൾ വീണ്ടും ഈ വേദിയിൽ കാണും. താങ്ക് യു സോ മച്ച്. അവിടെ നിന്നോളണേ. അപ്പോൾ ഇന്നത്തെ മിക്സ് മസാലയുടെ അവസാനത്തെ ഗാനത്തിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഹൃദയെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് ഹൃദയ വരൂ. ഇന്ന് നമ്മളോടൊപ്പം കൂടുതൽ പാട്ടുകളുമായിട്ട് ഉണ്ടായിരുന്നത് ഹൃദയാണ്. ഹൃദയ നല്ലൊരു പാട്ടുകാരിയാണ്. ഇങ്ങോട്ട് വളരെ വർഷങ്ങളായിട്ട് സംഗീതം അഭ്യസിക്കുന്ന ഒരു കുട്ടി കൂടിയാണ്. ഹൃദയ, ഏത് പാട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ മിക്സ് മസാലയുടെ അവസാന ഘട്ടത്തിൽ പാടാൻ പോകുന്നത്? ചന്ദനമണി സന്ധ്യകളുടെ. ചന്ദനമണി സന്ധ്യകളുടെ. കുറച്ച് ഫാസ്റ്റാണ്. എന്തു പറ്റി? സാധാരണ ഫാസ്റ്റ് നമ്പർ ഒന്നും പാടാത്തതാണല്ലോ, ഇന്നെന്തു പറ്റി? എനർജിയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ സനക്കുട്ടിയുടെ ഡാൻസ് കണ്ട ആ ഒരു വൈബിൽ എല്ലാവരും ഇരിക്കുകയാണ്, എല്ലാവരും ചാർജ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എനർജി ഈ പാട്ടിലും വേണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പാട്ട് തീരാറാവുമ്പോഴത്തേക്ക് ഈ പാട്ടിൻ്റെ എനർജി കൂട്ടുന്നതിന് വേണ്ടി, ബൂസ്റ്റപ്പ് ചെയ്യുന്നതിലേക്ക് വേണ്ടി നമ്മൾ സനക്കുട്ടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. ഈ പാട്ട് ഏകദേശം പകുതി ആവുമ്പോഴത്തേക്ക്. ഓക്കെ, റെഡിയാണോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശാന്താകാരം സരസിജനയനം വന്ദേഹം ചിന്മയരൂപം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം തരള മധുര മുരളി ഉണരും പ്രണയഭരിത കവിതയുണരും മനസ്സു നിറയും മധുലഹരിത മതമഹോത്സവം വരവീണകൾ മധുപാണികൾ മതമൊടു തിരുവഴി തുളിതക ശ്രുതി ചേരണ
മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതക മഴമൊഴി തിരയുകയായി. മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതക മഴമൊഴി തിരയുകയായി. ഇനി നിലവിലെ ജലഗതികളിൽ ഉണരുമറിയ പ്രണയ കലിക തിരനുരയിടും ഒരു കടലിലെ ഗസലിൽ അലിയും അലസമായി. ഇനി നിലവിലെ ജലഗതികളിൽ ഉണരുമറിയ പ്രണയ കലിക തിരനുരയിടും ഒരു കടലിലെ ഗസലിൽ അലിയും അലസമായി. വിജനവനി വിരഹലിൽ ശിശിര ശരപതിരുതിയ നിറചന്ദനമണി ചന്ദനമണി മൃദു ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. പുണ്യമുനയിലെൻ പ്രിയമൊഴി വെണ്ണിലാവിൽ വീണലിഞ്ഞ പൂർണ്ണചന്ദ്രബിംബമായി. ശ്രാവണമണി മേടകളിൽ പ്രാവുകൾ പറന്ന രാവിൽ പൂവണിഞ്ഞ പുണ്യമായി. ശ്രുതിപരമത സുഖലഹരികളിൽ ദിനം ദിനം മുഖരിതമിരു കുനുകുലുസുകളിൽ. ശ്രുതിപരമത സുഖലഹരികളിൽ ദിനം ദിനം മുഖരിതമിരു കുനുകുലുസുകളിൽ. ഹിമയെഴുതിയ മിഴിമുകുളം ഈ തരുണ കിരണമണിയും അതിലെ ഹിമഗണമണി അണിവിരലിലെ മലിലെ ഹലിയ മലിയവൻ. ഹിമയെഴുതിയ മിഴിമുകുളം ഈ തരുണ കിരണമണിയും അതിലെ ഹിമഗണമണി അണിവിരലിലെ മലിയ സലില മലി ആദ്രമായി. മനസ്സിനുള്ളിൽ മുഴുമറിയ ശിശിര ശരപതിരുതിയ നിറചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. നല്ല മധുരമുരളിയുണരും പ്രണയഭരിത കവിതയുണരും മനസ്സു നിറയും മധുലഹരിത മതമഹോത്സവം. വരവീണകൾ മൃദുപാണികൾ മതമുടു തിരുവഴി തുടരുന്ന ശ്രുതി ചേരണം അലിവോടതിൽ അനുപദമനുപദമഴകൾ അതിമുഖി മമ സഖിമയുള്ളടങ്ങിവളുടെ നടനം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. തകർത്തു. സൂപ്പർ. ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ സനക്കുട്ടി. ഹൃദയോടൊപ്പം വളരെ മനോഹരമാക്കി എന്നുള്ളതാണ്. ഹൃദയയുടെ പാട്ടും അതുപോലെ സനക്കുട്ടിയുടെ ഡാൻസും ഒരേപോലെ ഒരേ താളത്തിൽ ഒന്നിനൊന്ന് മെച്ചമായിട്ട് വന്നു. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടുമ്പോൾ ഈ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇതുപോലെ ആരെങ്കിലും ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാതിനോടൊപ്പം കണ്ണിനും വളരെ മനോഹാരിത കിട്ടും. അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ വെറുതെ ഈ ഒരു സമയത്ത് സനക്കുട്ടിയോട് ഇങ്ങനെ ഒരു ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഒരു മടിയും കൂടാതെ തന്നെ ഇത്ര മനോഹരമായിട്ട് ആ ഒരു എനർജി ഉൾക്കൊണ്ടുകൊണ്ട് ഡാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിന് ഈ മോൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിറഞ്ഞ ഒരു കയ്യടി ഈ മോൾക്ക് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നല്ല ഒരു മിടുക്കിയായ ഡാൻസറായി മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാര്യം എന്ന് വെച്ചാൽ നല്ല താളബോധമുണ്ട്. താളം ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിനനുസരിച്ചുള്ള സ്റ്റെപ്പുകൾ ഈ മോളിവിടെ പെർഫോം ചെയ്തത്. ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ, നല്ല ഒരു നർത്തകിയായി മാറട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് സനക്കുട്ടി. ഹൃദയ അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ പാടി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാധാരണ ഹൃദയ വളരെ സ്ലോ ആയിട്ടുള്ള മെലഡികളാണ് പാടാറുള്ളത്. എനർജി വളരെ കുറവായിരിക്കും. ഇന്ന് നല്ല എനർജിയൊക്കെ എവിടെ നിന്നോ ഇങ്ങനെ ചാർജ് ചെയ്ത് വന്ന് നല്ലൊരു ഫാസ്റ്റ് നമ്പറുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ
ഹൃദ്യയ്ക്ക് ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടാൻ പറ്റുമെന്ന് ഇന്ന് ഈ വേദിയിൽ തെളിയിച്ചിരിക്കുകയാണ്. ഇനിയുള്ള വേദിയിൽ ഫാസ്റ്റ് നമ്പേഴ്സ് മാത്രമായിട്ട് നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ച് നല്ല ചാർജായിട്ട് വരണം. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുകയാണ്. അപ്പോൾ ഇന്നത്തെ മിക്സ് മസാലയിൽ വളരെ മനോഹരങ്ങളായിട്ടുള്ള നൃത്തങ്ങളും പാട്ടുകളുമായി നമ്മൾ കുറേ സമയം നമ്മുടെ പ്രേക്ഷകരോടൊപ്പം സഞ്ചരിച്ചു. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും ഞാൻ രാജേഷ് പെരുങ്ങുഴി ഹൃദ്യയ്ക്കും സനയ്ക്കുമൊപ്പം സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.